ഹായ്, ഞാൻ രജീഷ് മഞ്ചേരി. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നാം കാണുന്നത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഹൈറിച്ച് എന്താണ് ഹൈറിച്ച് ഇത്ര പോപ്പുലർ ആവാൻ കാരണം? അതായത് അതിന് ഞാൻ ഒരു ഉത്തമ ഉദാഹരണം പറയാം. മാവ് ഇല്ല മൂച്ചിമിലാണ് കല്ലെറിയാൻ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ. അതുപോലെ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഹൈറിച്ച് ആദ്യം ഫസ്റ്റ് നമ്മൾ GSTയിലൊരു കേസ് ഫയൽ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ബെഡ്സ് ആക്ട് പല കേസുകൾ ഹൈറിച്ചിൻ്റെ എതിരെ ഉണ്ട്. ഇപ്പോൾ പഴയ പോലെയല്ല, നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഹൈറിച്ചിൻ്റെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹൈറിച്ചിൻ്റെ ഉത്തരവാദികൾ, അതായത് ഹൈറിച്ചിൻ്റെ ഹെഡ്, അതുപോലെ തന്നെ അവർ ഇത് നികത്തി നല്ല രീതിയിലാക്കി തരാൻ അവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു മലയാളികൾക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ ചിന്തിക്കാതെ അവർ ആ രീതിയിൽ കമൻറ്റുകളും അതേപോലെ പോസ്റ്റുകളും, ഒരു നല്ലൊരു സംരംഭത്തെ, ഏതൊരു സംരംഭം ഹൈറിച്ച് എന്നല്ല ഏത് സംഭവമാണെന്നുണ്ടെങ്കിലും മലയാളികൾക്ക് നന്നാവുന്നത് കണ്ണിൽ പിടിക്കൂല. ആ ഒരു രീതിയാണ്. ആ ഒരു ശീലം നമ്മൾ മാറ്റണം. ഞാനിപ്പോൾ ഹൈറിച്ചിന് വേണ്ടിയിട്ടല്ല സംസാരിക്കണത്, പക്ഷേ ഇതുപോലെയുള്ള കമ്പനികൾ നമ്മളെ നാട്ടിൽ ഒരു രീതിയിലും നമുക്ക് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ വേറൊരു സാധാരണക്കാരനോ ഇൻകം തരാമെന്നുള്ളൊരു രീതിയിലുള്ളൊരു കമ്പനി സത്യസന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അത് എന്താ ഇങ്ങനെ ആവാൻ കാരണം നമ്മുടെ സിസ്റ്റം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവാൻ കാരണം. അതുകൊണ്ട് നമ്മൾ ഓരോ മലയാളികളും ആദ്യം നമ്മൾ എന്താണ് നല്ലത്, ആ കാര്യത്തിൽ ജെനുവിനായ കാര്യമുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഏതൊരു കാര്യത്തിനെയും നമ്മൾ പഴിചെല്ലാൻ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ സത്യം തിരിച്ചറിയും. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഒരു വ്യക്തിയെ, ഇനിയിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ നമുക്ക് ആമസോൺ അതേപോലെ ഫ്ലിപ്കാർട്ടൊക്കെ നമ്മുടെ വൻകിടകളായി. കാരണം അവരൊക്കെ ഇന്ന് നമ്മളെ കേരളത്തിൽ നിന്നും അതേപോലെ ഇന്ത്യയിൽ നിന്നും നല്ല രീതിയിൽ സമ്പാദിച്ച് അവർ വേറൊരു സ്റ്റേറ്റിൽ, വേറൊരു രാജ്യത്ത് അവരത് ചിലവാക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു കൊച്ചു കേരളത്തിൽ തൃശ്ശൂരിൽ ഒരു കമ്പനി വന്നിട്ട് ആ കമ്പനീനെ മാക്സിമം അത്യാവശ്യം നല്ല രീതിയിൽ ടാക്സും കാര്യങ്ങളും GST അടച്ചിട്ടാണ് കമ്പനി ഇതുവരെ മുന്നോട്ട് പോയത്. ഇനിയും അടയ്ക്കാമെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് അടയ്ക്കാന്ന് പറയണത്? എന്തെങ്കിലും ഒരു മുങ്ങുന്നൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നാളെ ഇത് വരില്ല. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല. അങ്ങനെ അവർക്ക് ഇതിന് മുന്നേ തന്നെ അതിന് പോവാം. പക്ഷേ അവരതൊന്നും ചിന്തിച്ചില്ല. ഇനിയും GST അടയ്ക്കാന്ന് പറഞ്ഞിട്ട് തന്നെ നിൽക്കണത്. പിന്നെ സാധാരണക്കാർ കുറച്ച് ഇതിൽ പല രീതിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് പോലത്തെ പ്ലാനിൽ ചെയ്തിട്ടുണ്ടാവും. യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഇവർ ചെയ്യേണ്ട എന്താ വെച്ചാൽ, ഗവൺമെൻറ് ആണെങ്കിലും കോടതിയാണെങ്കിലും നമുക്ക് കോടതിനെ നല്ല വിശ്വാസമല്ലാണ്. അപ്പോൾ എന്താ വെച്ചാൽ കോടതിയാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നല്ലൊരു വിധിക്കില്ല. അതായത് ഗവൺമെൻറ് ആണെങ്കിൽ നമ്മൾ എന്താണ് ജെനുവിനായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. അതുപോലെ നമ്മൾ പലതരത്തിലുള്ള ആൾക്കാർ പല സ്വഭാവത്തിലാവും. മലയാളികൾ പ്രത്യേകിച്ച് ഇവർക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സംരംഭത്തെ മാക്സിമം, ഈ ഒരു സംരംഭം എന്നല്ല ഏതൊരു സംഭവം, മാക്സിമം കുത്തുപാള എടുപ്പിക്കുക. ഇതാണ് മലയാളികളെ. എങ്ങനെ അവൻ എങ്ങനെ നന്നാവാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അവരെങ്ങനെ നന്നായി, ഈ ഒരു ചിന്താഗതി മാറ്റണം. ഈ സംസാരിക്കുന്ന ഓരോ വ്യക്തികളും അവരെ ജീവിതം സേഫാവും. കാരണം അവർക്ക് നല്ല രീതിയിൽ ഇൻകം വരുന്നുണ്ടാവും. എങ്ങനെ ഈ നെഗറ്റീവ് കമൻറ്റുകൾ പറയുമ്പോഴും അവർ ആ രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ അവരാദ്യം മനസ്സിലാക്കേണ്ട, നല്ല രീതിയിൽ ഇതൊന്നും ഭക്ഷിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ഇത്രയും ഫാമിലിയുടെയും ഇത്രയും രീതിയിൽ ജനങ്ങളെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി വരുത്താൻ കാരണം ഒരുപക്ഷെ അവരെന്നെ ആയിരിക്കും ഇതിനൊക്കെ ഉത്തരവാദികൾ.
ഇപ്പൊ നമ്മുടെ കമ്പനി ഇതുവരെ നമുക്ക് പേ ഔട്ട് തന്നിട്ടുണ്ട്. ആ പേ ഔട്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ വലിയൊരു വിജയം തന്നെ. ഇനിയും കമ്പനി തരും. പക്ഷെ അതിന്റെ പുറമെ ഇപ്പൊ കുറെ രീതിയിൽ കേസുകൾ വന്നു. ആ കേസുകൾ വരാൻ കാരണം എന്താ? ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ വ്യക്തികള്, അതായത് ആ ചിന്താഗതി ഉള്ള വ്യക്തികളാണ് നമ്മളെ രീതിയിൽ ഇത്രത്തോളം ഹരാസ് ചെയ്യുന്നത്. നാളെ അവരുടെ ജീവിതത്തിലും ഇതുപോലെ സംഭവങ്ങൾ വരും. അപ്പോൾ അവർക്ക് തന്നെ അത് തിരിച്ചടിയാവും. ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇത്രയും ആൾക്കാരെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവർക്ക് എന്ത് നേടാൻ കഴിയും? അല്ലെങ്കിൽ അവരിഞ്ഞ് കുറെ സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ പല രീതിയിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പല രീതിയിലും പല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ച് നേരത്തെ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്തോ വെച്ചാൽ, യൂട്യൂബ് തുറന്നപ്പോൾ എനിക്ക് ആദ്യം വന്ന ഹൈറിച്ചിൻ്റെ കുറേ ന്യൂസുകളാണ്. പിന്നെ നവമാധ്യമങ്ങളുണ്ട്, അവരൊക്കെ ജെന്യുവനായ വാർത്ത കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഓക്കെ. പക്ഷെ അതല്ല, ഇതിലൊക്കെ വാർത്ത, ഇവരൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാർത്ത ഉണ്ടാക്കിയിട്ട് അത് സത്യസന്ധതയോടുകൂടി അവതരിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ പിന്നെ റൈറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടില്ല ന്യൂസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കരുത്. ദയവ് ചെയ്ത് കെട്ടിച്ചമച്ചുണ്ടാക്കരുത്. അത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് കരുതി അങ്ങനെ സ്വയം അങ്ങനെ ആവാൻ പാടില്ല. കാരണം നമ്മളെന്തായാലും ഇന്ന് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് അതിനുള്ള തിരിച്ചടി കിട്ടും. തിരിച്ചടി എന്ന് പറഞ്ഞാൽ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതിനില്ല നല്ല ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും. അതാദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ കാണുന്ന സാധാരണക്കാർക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ, അതങ്ങനെ പറ്റിച്ചു തോന്നി, അങ്ങനെയൊക്കെ വരും, സ്വാഭാവികം. കാരണം അവരൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു, അവരൊരു ജീവിതമായിരുന്നു, അവരുടെ ജീവിത രീതിയായിരുന്നു. സാമ്പത്തികമായിട്ട് കുറച്ചെങ്കിലും വലിയ രീതിയിലൊന്നും മെച്ചപ്പെട്ടില്ലെങ്കിലും കുറഞ്ഞ രീതിയിലെങ്കിലും ഈ ഒരു കമ്പനിയോട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ കുറേ ആൾക്കാർ ലോൺ എടുത്തിട്ട് പിന്നെ ചെയ്തിട്ടുണ്ട് ആൾക്കാരുണ്ട്. ഞാനടക്കം ലോൺ എടുത്തിട്ടാണ് ചെയ്തത്. അതേപോലെ തന്നെ കടങ്ങൾ മേടിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ, വീട് വിറ്റിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ കാരണം ഈ ഒരു കമ്പനിയോടുള്ള പ്രതീക്ഷയും വിശ്വാസം മാത്രമാണ്. പക്ഷെ ഇതൊന്നല്ല നമ്മൾ ഈ കേസ് കൊടുത്ത ആൾക്കാർ ചിന്തിക്കേണ്ടത്. അവർക്ക് ഇതൊന്നല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് അവരുടെ സ്വന്തം താല്പര്യം. അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടേതായ രീതിയിൽ വേറെ രീതിയിൽ വരുമാനം മേടിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു കമ്പനി എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ കമ്പനികളും ഇതേപോലെ നമ്മുടെ കേരളത്തിൽ വരാൻ ഇത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ശരിയല്ല. അതാണ് മെയിൻ പ്രശ്നം. ആ സിസ്റ്റം റെഡി ആകുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ നമുക്ക് അത്രയും സാമ്പത്തികമായിട്ട്, ഗവൺമെന്റിനാണെങ്കിലും സാമ്പത്തികമായിട്ട് മുന്നേറാൻ കഴിയുള്ളൂ. ഏതൊരു ഗവൺമെന്റ് ആയിക്കോട്ടെ, ഈ ഗവൺമെന്റ് എന്നല്ല, ഏത് ഗവൺമെന്റ് വന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുമ്പോൾ തന്നെയാണ് ജനങ്ങൾ പറയാൻ നല്ലത് എന്ന്. പിന്നെ ഗവൺമെന്റ് ഇനിയിപ്പോൾ ഈ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളൊക്കെ തുറന്നു തന്നു ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യണം. ഈ ഇത്രയും ആൾക്കാർക്ക് നഷ്ടം വന്ന കസ്റ്റമർക്ക് അവരെ മുതൽ മുടക്കിയ എമൗണ്ട് തിരികെ കൊടുക്കാനുള്ളൊരു മാർഗം ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഗവൺമെന്റിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവും തെറ്റിദ്ധാരണകൾ കുറെ വന്നിട്ടുണ്ടാവും. പക്ഷെ അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു പ്രശ്നം ഇത്രത്തോളം വരില്ല. കാരണം ഗവൺമെന്റിന് നല്ല രീതിയിൽ ഇപ്പം നമ്മളൊരു ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ടാക്സ് കെട്ടിയിട്ട് തന്നെ നമ്മൾ എന്തും ചെയ്യണുള്ളൂ. ലീഗലായിട്ട് തന്നെ എല്ലാതും മുന്നോട്ട് പോകണുള്ളൂ. ആകെ ഒന്നേ പറയാനുള്ളൂ, ഫേക്ക് ന്യൂസുകൾ ആരും കണ്ടിട്ട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഫേക്ക് ന്യൂസ് ആണെന്ന് തിരിച്ചറിവില്ല ഒരു ബോധം ഓരോരുത്തർക്കും ഉണ്ടായാൽ മതി. ഓക്കെ, സൈനിങ് ഓഫ്.